Hi guys, welcome to my YouTube channel. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും എനിക്കില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതേപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 5:30 ആയി കാണും. ഞങ്ങളിന്ന് നാട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പം ഞാനും ഉമ്മയും കൂടെ. സാധാരണ ഞങ്ങൾ എപ്പോഴും പോവാറ് ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത്തവണ ഞങ്ങൾ പോകുന്നത് കാറിലാണ്. അതിൻ്റെ മെയിൻ റീസൺ ഈ കാണുന്ന ലഗേജസ് ആണ്. ഇത്രയും ലഗേജ് കാണുമ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ താമസം മാറി പോവുകയോ അല്ലെങ്കിൽ ഞങ്ങൾ വല്ല ലോങ് വെക്കേഷന് പോവുകയാണോ എന്ന്. പക്ഷെ അല്ല, ഇതെൻ്റെ സിസ്റ്ററും ആളുടെ ബേബീസും ഒക്കെ കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലഗേജസ് ഒക്കെയാണ്. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്നിട്ട് ആവശ്യമില്ല. അപ്പോൾ നാട്ടിൽ ഞങ്ങൾ ഇടയ്ക്ക് മാത്രമേ കാറിൽ പോകാറുള്ളൂ. അപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന വേണ്ടാത്ത സാധനങ്ങൾ, അതായത് യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ്, അതെല്ലാം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവെക്കും. അങ്ങനെ ഈ ലഗേജ് എല്ലാം ഞങ്ങൾ രാത്രി തന്നെ കൊണ്ടുവച്ചു. രാവിലെ ചിലപ്പോൾ സമയം കാണില്ല എന്ന് വെച്ചിട്ട് രാത്രി തന്നെ കൊണ്ടുവച്ചു. അങ്ങനെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് കൊച്ചിയിൽ നിന്ന് കൊല്ലത്തോട്ടാണ്. ഏകദേശം ഒരു 140 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ടൈം ഈ രാവിലെ ഈ ഒരു സമയമാണ്. അതാകുമ്പോൾ വലിയ ബ്ലോക്കും ഇല്ല, നമുക്ക് റിലാക്സ് ആയിട്ട് പോവുകയും ചെയ്യാം. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പയ്യനെ ഞങ്ങൾ ആസ്വദിച്ചാണ് പോകുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആലപ്പുഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. കണ്ണ് പോലും കാണാൻ പറ്റാത്തത്ര മഴയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം പിന്നെ വണ്ടി സൈഡാക്കി ഇട്ടിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ പോയത്. അങ്ങനെ കുറച്ച് സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല മഴ, കുറച്ച് സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല വെയിൽ, അങ്ങനത്തെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന്. അങ്ങനെ നീണ്ട 3-4 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല അടിപൊളി ബീഫും പൊറോട്ടയൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പൊ സുറുമയുടെ പുതിയതായിട്ട് തുടങ്ങിയ റെൻജ ബൈ സുറുമ കണ്ടത്. പിന്നെ കണ്ട സ്ഥിതിക്ക് കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കയറിയപ്പോഴും നല്ല അടിപൊളി കളക്ഷൻസ്. ഇപ്പൊ വെസ്റ്റേണിന് വേണ്ടി മാത്രം ഓപ്പൺ ആക്കിയതാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഞാൻ കുറച്ച് ഡ്രസ്സ് ട്രയൽ ചെയ്തിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്ത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൺഫ്യൂഷനാവും ഏതെടുക്കണം എന്നുള്ളത്. ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ടാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. പക്ഷെ ഇപ്പൊ കയറുന്നില്ല. ആദ്യം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോയി കാണുന്നത് വാപ്പുമ്മയെയും കസിൻസിനെയും എല്ലാരെയാണ്. അതിനുശേഷമേ ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങനെ അവിടുന്ന് ലഞ്ചും സ്നാക്സും എല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ താമസിച്ചിട്ട് ഒരു 4 വർഷമൊക്കെ ആവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ താഴത്തെ നല്ല റെന്റിന് കൊടുത്തിരിക്കുക. മുകളിൽ ഞങ്ങൾ വരുമ്പം ഇടയ്ക്ക് താമസിക്കും, ഒരു 2 ദിവസമൊക്കെ. ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ കിളികളുടെ ഈ സൗണ്ടും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ തന്നെ. ഇപ്പം ഞങ്ങളൊരു 3-4 മാസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ വീട് നല്ല രീതിയിൽ കുളവായി കിടക്കുവാണ്, ഫുള്ള് പൊടിയായിട്ട്. ഇപ്പം ഞങ്ങൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശത്തിലൊന്നാണ് ഈ വീട് ക്ലീൻ ആക്കുന്നത്. അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ള പണിയാണ് ഈ ക്ലീനിങ്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇവിടെ വരുമ്പം ക്ലീൻ ആക്കി ഇട്ടില്ലെങ്കിൽ മനസ്സിലൊരു സമാധാനം കാണില്ല. ഇതൊക്കെ നശിച്ചു പോവോ എന്നുള്ളൊരിത് കാരണം. അങ്ങനെ ഞങ്ങൾ വന്ന പാടെ തന്നെ ക്ലീനിങ് പരിപാടികൾ തുടങ്ങി. ആദ്യം നമ്മൾ ക്ലീൻ ആക്കിയത് ബെഡ്റൂം ആയിരുന്നു. കാരണം ഇന്ന് കിടക്കണമല്ലോ. ഇത്രയും നാളായിട്ട് ഇങ്ങോട്ട് വരാത്തോണ്ടും ക്ലീൻ ആക്കാത്തോണ്ടും ഒക്കെ നല്ല പൊടിയായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിൽ ഇരുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ പുറത്തിറക്കി പൊടി തട്ടിയതിന് ശേഷമാണ് റൂം സെറ്റാക്കിയത്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് റൂം സെറ്റായി. ഇതാണ് റൂമിന്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ റൂമിന്റെ ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടയേർഡായി. ഇതിപ്പോ അടുത്ത ദിവസം രാവിലെയാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് തുടങ്ങുന്നത്. ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നുമില്ല, കാരണം ഒരുപാട് ഡിലേ ആവുന്നോണ്ടും സമയം എടുക്കുന്നോണ്ടും തന്നെ. അങ്ങനെ 2 ദിവസത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ ഫൈനൽ ലുക്ക്. 2 ദിവസം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ അന്ന് ഫർണിച്ചേഴ്സ് എല്ലാം കവർ ചെയ്തിട്ടു. ഇങ്ങനെ ക്ലീൻ ആയി കിടക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. അപ്പൊ ഞങ്ങൾ 2 ദിവസത്തെ കലാപരിപാടികൾക്ക് ശേഷം ഇന്ന് തിരിച്ച് കൊച്ചിയിലോട്ട് പോവുക. അങ്ങനെ ഞങ്ങൾ വീട്ടിന് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്നതും രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ്. ഞങ്ങൾ 2 ദിവസം നിന്ന സമയത്ത് ഫുള്ള് വെയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയതിൻ്റെ അന്നാ ഫുള്ള് മഴ. അങ്ങോട്ട് പോയപ്പോ ഇത്രയും മഴയില്ലായിരുന്നു, തിരിച്ചു വന്നപ്പോ നല്ല മഴയായിരുന്നു. അങ്ങനെ 3-4 മണിക്കൂറിലത്തെ അടുത്ത കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കൊച്ചി എത്തി. എന്താന്നറിയില്ല, ഇപ്പൊ എവിടെ പോയിട്ട് വന്നാലും കൊച്ചി വരുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുക. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. അപ്പൊ നമ്മുടെ നാട്ടിൽ പോക്ക് ഫോർ ക്ലീനിങ് ഇവിടെ വെച്ച് കഴിയുവാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.